നമസ്കാരം സുഹൃത്തുക്കളെ. ഒരു വർഷത്തിനുള്ളിൽ നരേന്ദ്രമോദിക്ക് രാജിവെക്കേണ്ടി വരും, അല്ലെങ്കിൽ നരേന്ദ്രമോദി താഴെ പോകും. BJPയുടെ ഭരണം ഇന്ത്യയിൽ നിന്ന് മാറേണ്ടി വരും. BJPയെ താഴെ ഇറക്കാതെ ഞാൻ മരിക്കില്ല തുടങ്ങിയ പ്രസ്താവനകളും വാചകമടികളുമൊക്കെ നമ്മൾ കുറച്ച് കാലമായിട്ട് കാണുന്നുണ്ട്. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. 2014 ആദ്യമായിട്ട് നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവുന്നു, തുടർന്ന് 19 ജയിക്കുന്നു. അതിനുശേഷം 24 വരെ ഭരിക്കുന്ന സമയത്ത് ഒരിക്കൽ പോലും ഇങ്ങനെ ഒരു വാചകമടിക്കാനോ അവകാശവാദം ഉന്നയിക്കാനോ മമതാ ബാനർജിയോ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയോ മുതിർന്നില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ആ സമയങ്ങളിലൊക്കെ BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്നു എന്നതാണ്. BJP എന്ന പാർട്ടിയാവട്ടെ, RSS എന്ന സംഘടനയാവട്ടെ, അത് രൂപം കൊണ്ടതിന് ശേഷം ഇതുവരെ പിളരാത്ത സംഘടനകളാണ്. അതിനാൽ അതിനെ പിളർത്തിക്കൊണ്ട്, അതിനെ താഴെയിട്ടുകൊണ്ട്, ഭൂരിപക്ഷം കളഞ്ഞുകൊണ്ട് നരേന്ദ്രമോദിയോ BJPയെ താഴെ ഇറക്കാം എന്നൊരു സ്വപ്നം 2014 മുതൽ 2024 വരെ അവർക്ക് ആർക്കും ഇല്ലായിരുന്നു. അതെങ്ങനെ മാറി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2024 തെരഞ്ഞെടുപ്പിന് ശേഷം BJP വിശ്വസിച്ചത് 400 സീറ്റോളം അവർക്ക് കിട്ടുമെന്നായിരുന്നു. എന്നാൽ ബലം വന്നപ്പോൾ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് 240 സീറ്റിലേക്കായി പോയി. ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ലാത്ത അവസ്ഥ. 272 സീറ്റ് വേണം ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടാൻ. പക്ഷേ അപ്പോഴും സഖ്യകക്ഷികളുടെയൊക്കെ പിന്തുണയോടെ കേവല ഭൂരിപക്ഷവും മറികടന്നുകൊണ്ട് പിന്നെയും 12 സീറ്റ് കൂടുതലുണ്ട്. അവർ സുഖമായിട്ട് ഭരിക്കുന്നു. അപ്പോഴും കൂടെയുള്ള മറ്റ് സഖ്യകക്ഷികളെയൊക്കെ അടർത്തിയെടുത്ത് ഈ സർക്കാരിനെ താഴെയിടാം എന്ന മോഹത്തിലാണ് രാഹുൽ ഗാന്ധിയും മമതയുമൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നത്. എന്നാൽ ഇപ്പോൾ നോക്കൂ, ബംഗാളിലെ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം മമത പോലും തോറ്റു, അവരുടെ പാർട്ടിയും തോറ്റു. നിലവിൽ ഏതാണ്ട് 60ഓളം MLA മാർ നിയമസഭയിൽ ഒരു പ്രത്യേക ബ്ലോക്കായി ഇരിക്കാൻ പോകുന്നു. മറ്റൊരാളാണ് പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തേക്ക് അവകാശവാദം ഉന്നയിച്ചത്. മമതയുടെ കയ്യിൽ നിന്ന് ആ പാർട്ടി പോലും പോകും എന്ന് ഉറപ്പായിരിക്കുന്നു. അപ്പോഴും മമത വെല്ലുവിളിക്കുന്നത് നരേന്ദ്രമോദിയെയും BJPയെയും താഴെ ഇറക്കും എന്ന് തന്നെയാണ്. എങ്ങനെ സാധിക്കും എന്ന് മാത്രം ഒരു പിടിയുമില്ല. പക്ഷേ മറു സൈഡ് BJPയെ നോക്കുക. BJPയിലെ കടുത്ത ആരാധകരായിട്ടുള്ള, അതായത് മോദിയുടെയും BJPയുടെയും സംഘപരിവാറിൻ്റെയൊക്കെ കടുത്ത തീവ്ര സംഖ്യകളായിട്ടുള്ളവരും അവരുടെ വിദൂര സ്വപ്നത്തിൽ പോലും ഇതുവരെ അവർ കാണാത്ത ഒരു കാര്യമാണ് ഒരുപക്ഷെ ഇനി സംഭവിക്കാൻ പോകുന്നത്. 240 MPമാരേ ഉള്ളൂ. അതെങ്ങനെ ഈ കാലയളവിൽ 272 ആക്കുമെന്നത് ഒരു വലിയ ഒരു ഉത്തരമില്ലാത്ത ഒരു സമസ്യയായിരുന്നു. ഒരു പക്ഷേ ഈ കാലാവധി തീരും മുമ്പേ തന്നെ ആ 272 എന്ന മാന്ത്രിക സംഖ്യയിലേക്ക് BJP എത്തിയേക്കും. ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ രാഹുൽ ഗാന്ധിനെയും മമതയും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ഒരു ആഴ്ച അല്ലെങ്കിൽ ഒരു 2-3 ആഴ്ച മുമ്പ് വരെയാണെങ്കിൽ ഞാനോ നിങ്ങളോ പോലും ഇങ്ങനെ ചിന്തിക്കത്തില്ലായിരുന്നു. എങ്ങനെ BJP 272 സീറ്റ് MPമാർ ഒപ്പിക്കുമെന്ന് നമുക്കൊരു ഉറപ്പുമില്ലായിരുന്നു. അപ്പോഴാണ് ബംഗാളിലെ ബലം വരുന്നു. ബംഗാളിലെ ബലം വന്നതിന് ശേഷം അവിടെ 15 വർഷത്തോളം ഭരിച്ച തൃണമൂൽ കോൺഗ്രസ് തകർന്ന് തരിപ്പണമാവുന്നു. അല്ലെങ്കിലും നമുക്കറിയാം, ലോകത്ത് എവിടെ നോക്കിയാലും അറിയാം, ഒരൊറ്റ വ്യക്തി കേന്ദ്രീകൃതമായിട്ടുള്ള സംഘടനയാവട്ടെ, പാർട്ടിയാവട്ടെ, ആ വ്യക്തി തോറ്റാൽ, തകർന്നാൽ അതിനൊപ്പം തന്നെ അടപടലം അദ്ദേഹത്തിൻ്റെ പാർട്ടി അല്ലെങ്കിൽ അവരുടെ പാർട്ടിയും തകരും. അതുതന്നെയാണ് ബംഗാളിലും സംഭവിച്ചത്. മമതയും തോറ്റു. മമതയ്ക്ക് നിയമസഭയിൽ പോലും കയറാൻ പറ്റാത്ത അവസ്ഥയായി. ആ പാർട്ടി അതിൻ്റെ സ്വാഭാവികമായിട്ടുള്ള തകർച്ചയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബംഗാളിൻ്റെ മുൻകാലങ്ങളിലെ ഒരു രീതി അനുസരിച്ച് അടപടലം MLA മാരും MPമാരും BJPയിലേക്ക് എത്തേണ്ടതാണ്. അവരതിന് തയ്യാറുമാണ്. പക്ഷേ ഇതുവരെ നമ്മൾ അങ്ങനെ ഒരു വാർത്ത കേട്ടില്ല. പകരം 60ഓളം MLA മാർ ഒരു പ്രത്യേക ബ്ലോക്കായിട്ട് നിയമസഭയിൽ ഇരിക്കുമെന്നാണ്, 20ഓളം MPമാർ BJPയിൽ ചേരാൻ താല്പര്യപ്പെടുന്നു എന്ന തരത്തിലുള്ള റൂമറുകൾ മാത്രമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. BJPയെ സംബന്ധിച്ചിടത്തോളം മുൻപ് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്, ശൂന്യതയിൽ നിന്ന് പോലും അവർ MPമാരെയും MLA മാരെയൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്, മറ്റുള്ള പാർട്ടിയിൽ നിന്ന് ഇപ്പുറത്തേക്ക് വലിച്ചിട്ടാണെങ്കിൽ കൂടി. അപ്പോൾ അവരുടെ മുന്നിൽ വലിയ അവസരങ്ങൾ ഉണ്ടായിട്ടും എന്തുകൊണ്ട് അവരത് ബംഗാളിൽ ചെയ്യുന്നില്ല? അതിൻ്റെ ഉത്തരം ഈ റിസൾട്ട് വന്ന് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ സമീക് ഭട്ടാചാര്യ എന്ന BJPയുടെ ബംഗാളിൻ്റെ പ്രസിഡന്റ് പറഞ്ഞിരുന്നു, അടുത്ത 3 മാസത്തേക്ക് BJPയിലേക്ക് ഒരാളെയും മെമ്പറായിട്ട് എടുക്കുന്നില്ല, ഞങ്ങൾ ഈ അംഗത്വം ചേർക്കുന്നത് നിർത്തിവെച്ചിരിക്കുന്നു അടുത്ത 3 മാസത്തേക്കെന്നാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, അംഗങ്ങളെ എടുക്കാതിരുന്നാൽ മതിയല്ലോ, MPമാരെയും MLA മാരെയൊക്കെ എടുക്കാമല്ലോ. അവിടെയാണ് ചിന്തിക്കേണ്ടത്. ഒരു MLA ഒരു MP ഇങ്ങോട്ടേക്ക് വരുമ്പോൾ അയാൾ മാത്രമല്ല വരുന്നത്, അയാളുടെ കടുത്ത അനുയായികളായിട്ടുള്ളവരുണ്ട്. ആ വ്യക്തി ഏത് പാർട്ടിയിലോട്ട് പോകുന്നോ അങ്ങോട്ടേക്ക് പോകാൻ നിൽക്കുന്ന കടുത്ത അനുചര വൃന്ദങ്ങൾ എല്ലാ നേതാക്കൾക്കും ഉണ്ട്. ഇതുപോലുള്ള എല്ലാ നേതാക്കൾക്കും കാണും. 10 പേരെങ്കിൽ 10 പേര്, 100 പേരെങ്കിൽ 100 പേര്. അപ്പോൾ അവർക്ക് കൂടി അംഗത്വം കൊടുക്കേണ്ടതായിട്ട് വരും. പക്ഷേ നിലവിൽ അത് സാധ്യമല്ല. കാരണം നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞു, 3 മാസത്തേക്ക് ഞങ്ങൾ ആരെയും എടുക്കുന്നില്ല എന്ന്. ഒരുപക്ഷേ ആ 3 മാസം എന്നുള്ളത് 2 മാസമായിട്ട് കുറയാൻ സാധ്യതയുണ്ട്. നിലവിലെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 29 തൃണമൂൽ കോൺഗ്രസിൻ്റെ MPമാർ ബംഗാളിലുള്ളതിൽ 20 ചാടി BJPയിലേക്ക് വരും. ആകെ ഒരു തടസ്സമായിട്ട് നിൽക്കുന്നത് ഈ ബംഗാൾ പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്ന ഈ വാചകമാണ്, ഈ പ്രസ്താവനയാണ്. പക്ഷേ അതും മാറിയേക്കും. ഭരണം മാറി ഉടൻ തന്നെ ഇപ്പുറത്തേക്ക് ചാടി വരുന്നവരെ സൂക്ഷിക്കണം. അത് ഏത് പാർട്ടിയാണെങ്കിലും. ഇവർ ഏത് സംസ്കാരവും കൊണ്ടാണ് വരുന്നത് എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ തന്നെയാണ് ആദ്യം കോൺഗ്രസ് അവിടെ തകർന്നത്, പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തകർന്നത്, ഇപ്പോൾ TMCയും തകർന്നത്. അവർക്ക് സ്ഥിരമായിട്ടുള്ള ഒരു ആദർശമോ അല്ലെങ്കിൽ ഒരു പ്രത്യയശാസ്ത്രമോ ഒന്നും ഇല്ലാത്ത ആളുകളാണ്
തരാതരം പോലെ അധികാരമുള്ളവരുടെ കൂടെ ചാടി 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 നിന്ന് ഏറ്റവും ഒടുവിൽ ബി ജെ പിയിലേക്ക് ചാടാൻ നിൽക്കുന്നത്. അവിടെയാണ് ബി ജെ പി ഒരു ഫുൾ സ്റ്റോപ്പ് പറഞ്ഞത്. നിൽക്കൂ, ഞങ്ങളൊന്ന് നോക്കട്ടെ, അതിനുശേഷം ശ്രമിക്കും, നിങ്ങൾ എത്രക്കാരാണ് എന്ന് ഞങ്ങളൊന്ന് അറിയട്ടെ, അതിനുശേഷം എടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പക്ഷേ അത് മാറും. അങ്ങനെ മാറുമ്പോൾ ബി ജെ പിക്ക് 240 എം പിമാർ എന്നത് 260 എത്തും. ഇവിടെയാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ആ കാര്യം. ആരെങ്കിലും വിചാരിച്ചിരുന്നോ 240 നിന്ന് ബി ജെ പി എപ്പോഴെങ്കിലും ഈ കാലാവധിക്കുള്ളിൽ 272 എത്തുമെന്ന്? 260 വരെ ബി ജെ പിക്ക് എത്താൻ പറ്റിയാൽ പിന്നെ 12 പേരെ അവർ എവിടെ നിന്നെങ്കിലും പൊക്കിക്കോളും. അക്കാര്യത്തിൽ ഒരു സംശയം വേണ്ട. അതിനാൽ ഈ കാലാവധി തീരുന്നതിന് മുമ്പ് തന്നെ ഒറ്റയ്ക്ക് ഭൂരിപക്ഷത്തോടു കൂടി ബി ജെ പി ഭരണം പൂർത്തിയാക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അതിന് അവരായിട്ടല്ല അവസരമുണ്ടാക്കിയിരിക്കുന്നത്, മറ്റുള്ളവരായിട്ട് തന്നെ അവസരങ്ങൾ തുറന്നിട്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലും ഇത് തന്നെ സംഭവിച്ചേക്കാം. സംഭവിച്ചു കഴിഞ്ഞു. ബീഹാറിലും മറ്റുമൊക്കെ, ഒറീസയിലും മറ്റുമൊക്കെ ഇതുപോലെ തന്നെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും 1 or 2 എം പിമാർ ഇങ്ങനെ കൃത്യമായ ഇടവേളകളിൽ ബി ജെ പിക്കാരായി മാറിക്കഴിഞ്ഞാൽ കണ്ണടച്ച് തുറക്കുന്ന നേരം കൊണ്ട് ഒരുപക്ഷെ നമ്മൾ പോലും വിചാരിക്കില്ല 240 നിന്ന് എങ്ങനെയാണ് ബി ജെ പി 272 എത്തിയെന്ന്. അത് സംഭവിച്ചേക്കാം. ഇതാ നോക്കൂ, 2026 ഈ വർഷം. 2024 തിരഞ്ഞെടുപ്പ് കഴിഞ്ഞത്. ഇനിയും ഏതാണ്ട് 2.5 വർഷത്തിന് മുകളിൽ മോദിക്ക് ഈ ടൈം പൂർത്തിയാക്കാൻ ബാക്കിയുണ്ട്. പക്ഷേ അവസാനത്തെ 2 വർഷത്തോളം അദ്ദേഹം ഒറ്റയ്ക്ക് ഭൂരിപക്ഷത്തോടെ ഭരിക്കാനുള്ള എല്ലാ സാധ്യതയുമാണ് കാണുന്നത്. ബംഗാളിൽ നിന്ന് തന്നെ ഒരുപക്ഷെ ഈ മാസം തീരുന്നതിന് മുമ്പോ അല്ലെങ്കിൽ അടുത്ത മാസം പകുതിയോട് കൂടിയോ 20 എം പിമാരുടെ കാര്യത്തിൽ തീരുമാനമാവും. അതേപോലെ തന്നെ എം എൽ എമാരുടെ കാര്യത്തിലും തീരുമാനമാവും. ഒരു കാര്യം അടിവരയിട്ട് പറയാം, ബംഗാളിൽ ഇനി തൃണമൂൽ കോൺഗ്രസ് ഒരിക്കൽ കൂടി അധികാരത്തിലേക്ക് വരില്ല. അവിടെ ഒരുപക്ഷെ രണ്ടാമത്തെ പാർട്ടിയാവുക ഒന്നുകിൽ CPM അല്ലെങ്കിൽ കോൺഗ്രസോ ആയിരിക്കും. TMC എന്നത്, തൃണമൂൽ കോൺഗ്രസ് എന്നത് ബംഗാളിൽ തകർന്നു കഴിഞ്ഞു. ഇനി അവർക്കൊരു മടങ്ങി വരവ് സാധ്യമല്ല. അതിനൊപ്പം തന്നെ BJP നരേന്ദ്രമോദി ഈ കാലയളവിൽ തന്നെ 272 എം പിമാർ എന്നത്, BJP എം പിമാർ എന്നത് ഈ കാലയളവിൽ തന്നെ 272 എന്ന മാജിക് നമ്പർ, അതായത് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം, ആ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. അത് 20 അല്ലെങ്കിൽ അതിൽ കൂടുതലോ തൃണമൂൽ കോൺഗ്രസിൻ്റെ എം പിമാർ കൂടി ചേരും. അതിനൊപ്പം മറ്റ് ചെറിയ ചെറിയ പാർട്ടിയിൽ നിന്നും BJPക്കാരായാൽ ഈ പറയുന്ന 272 കിട്ടിയേക്കും. അപ്പോൾ ഇനി ഇതുപോലുള്ള കരച്ചിലുകൾ വേണ്ട. നരേന്ദ്രമോദി 1 വർഷം കൊണ്ട് താഴെ പോവും. BJPയുടെ ഭരണം 1 വർഷം കൊണ്ട് പോവും. BJPയെ താഴെ ഇറക്കിയിട്ട് ഞാൻ മരിക്കൂ എന്ന വാചകവടിയും പ്രസ്താവനയൊക്കെ ഇപ്പോൾ ജനങ്ങൾ തമാശയോട് മാത്രമാണ് കാണുന്നത്. കാരണം BJP ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും ബോൾ ഇപ്പോൾ അവരുടെ കോർട്ടിലാണ്.